എന്നാ ഇത് കുടിക്കും. എനിക്ക് വേണ്ട. എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നേ? കഴിയാനുള്ളതൊക്കെ കഴിഞ്ഞു. ഇനി ഇതിന്റെ പേരിൽ ഇങ്ങനെ എന്തെങ്കിലും വന്നുപോയാ പിന്നെ എനിക്ക് ആരാ? ഇപ്പൊ തോന്നുവാ മാറു, ഒന്നും വേണ്ടായിരുന്നു. അമ്മ അന്നേ അച്ഛനോടെല്ലാം പറഞ്ഞ സമയത്ത് ഞാൻ അമ്മയുടെ ഭാഗത്ത് നിൽക്കണമായിരുന്നു. അങ്ങനെ നിന്നിരുന്നെങ്കിൽ. സാരല്ല ദേവേട്ടാ, ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും എല്ലാം തികഞ്ഞവരല്ല. എങ്കിലും ആ പെങ്കൊച്ചിനോട് ഞാൻ വേണ്ടായിരുന്നു മാറു. നിങ്ങളിങ്ങനെ ഇതന്നെ പറഞ്ഞോണ്ടിരിക്കാതെ എന്റെ ദേവേട്ടാ. ഇതിപ്പോ ഇന്നലെ രാത്രി വന്നപ്പോ തൊട്ട് തുടങ്ങിയതാ. ഇപ്പൊ സമയം നോക്ക്, രാവിലെ 5 മണി. ഇപ്പോഴും എണീറ്റിരുന്ന് ഇതന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞു. നമ്മുടെ മോൻ പറഞ്ഞ പോലെ ഉത്സവം വരെ നന്നായി നടന്നു. ഇതിക്കൂടെ എന്താ വേണ്ടേ? കാശി, നമ്മുടെ കാശി ഞാൻ. ദേവേട്ടാ മതി പറഞ്ഞത്. കുറച്ചു നേരം കൂടെ കിടക്കാം. ഞാൻ അടുത്ത് തന്നെ ഉണ്ട്, കിടന്നു. അമ്മയുടെ റൂമിൽ എന്താ ലൈറ്റ്? അമ്മേ, ഇത് എന്താ ഈ നേരത്തെ എണീറ്റിരിക്കുന്നേ? ഉറങ്ങിയില്ലേ? ഉറങ്ങിയതാ മോളെ. എന്റെ ഉറക്കം പോയപ്പോ ഞാൻ. ഇതെന്താ എല്ലാവർക്കും പറ്റിയേ? ദേവനൊന്നും ഉറങ്ങിയിട്ട് പോലുമില്ല. ഇപ്പൊ അമ്മേ, ദേവൻ എന്താ പറ്റി? വേറെന്ത് പറ്റാൻ? നാട്ടുകാരുടെ മുന്നിൽ നാണം കെട്ടില്ലേ? അതിനേക്കാൾ വലിയ വിഷമം ഇപ്പൊ ഭൂമിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നുള്ളതാ. അവളോട് അതൊക്കെ മറക്കാൻ പറ. കഴിഞ്ഞു പോയില്ലേ? ആ കുഞ്ഞിന്റെ ആത്മാവോടൊന്ന് പോയി. ഞാൻ എത്രന്ന് വെച്ചാ പറയാ? സാരില്ല മോള്, അവനതൊക്കെ മറക്കാൻ കുറച്ച് സമയം എടുക്കും. മറന്നാ മതിയായിരുന്നു. നീ എനിക്കൊരു ഗ്ലാസ് ചായ ഉണ്ടെത്താ. ആമേ, ഞാൻ കൊണ്ടുവരാം. എന്റെ ദേവി, രാവിലെ റുക്കൂടെ കാണുമ്പോ എല്ലാരും ഇങ്ങനെ പ്രതികരിക്കുന്ന പോലെ അറിയുന്നില്ല. എന്റെ കുഞ്ഞുങ്ങളെ നീ തന്നെ കാത്തോണേ. ഭൂമി, നിന്നൊരൊറ്റ നോക്കി ഞാൻ കണ്ടുള്ളൂ, പക്ഷെ മാർക്കില്ല. എനിക്ക് കുറെ കാര്യങ്ങൾ അറിയാനുണ്ട്. എല്ലാം കൂടി ഒരു ദിവസം ഞാൻ അവിടെ ചോദിക്കും. അന്ന് വരെ ഉത്തരം തന്നില്ലെങ്കില. എല്ലാവരും മിന്നായം പോലെ. ഏട്ടാ, റുക്കൂടെ മുറി എന്താ തുറക്കാത്തെ? അവൾ ഉറങ്ങി കാണുവാടി. പക്ഷെ ഉത്സവത്തിന്റെ അവിടെയും കണ്ടില്ല. നിങ്ങൾ ഇത്ര നേരത്തെ വന്ന് നടന്നുറങ്ങിയോ? നീ ഇങ്ങനെയാണെന്ന് ടെൻഷൻ അടിക്കാതെ. അവൾ ഉറങ്ങട്ടെ, കുറച്ച് കഴിഞ്ഞ് നമുക്ക് എന്ന് വിളിക്കാം. എങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കുന്നേ? എന്തൊക്കെയാ ഈ നാട്ടിൽ നടക്കുന്നേ? എനിക്കൊരു മോളവിടെ നിർത്താൻ തന്നെ പേടിയാവും. ഉത്സവമൊക്കെ കഴിഞ്ഞല്ലേ, നിനക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോവാം. അവൾക്ക് അല്ലെങ്കിൽ കുറെ പ്രശ്നങ്ങളുണ്ട്. അതിനെ കൂട്ടി ഇതും കൂടി വേണ്ട. നീ എഴുന്നേറ്റോ? പണിയൊക്കെ തീർത്ത് വെച്ചൊന്ന് അമ്പലത്തിൽ പോണം. മനസ്സിൽ എന്തൊക്കെയോ കടന്ന് ഓടിക്കൊണ്ടിരിക്കുക. അത് ഇന്നലെ എല്ലാം കൂടി കണ്ടിട്ടായിരിക്കും. ബാലേണ്ട പിന്നിട്ടു. കുറച്ചേരായി ഞാനിങ്ങനെ വെറുതെ കിടക്കുമായിരുന്നു. ചായ എടുക്കട്ടെ? ഞാനും വരാം. ഇന്നലെ വരെ എന്തൊരു ബഹളമായിരുന്നു അവിടെ. എല്ലാം ഒഴിഞ്ഞു. അവസാനം വന്നപ്പോ നമ്മൾ മാത്രം. അല്ലടാ, ഞാൻ ചിലപ്പോ ഈ അടുത്തന്നെ ചെന്നൈക്ക് പോകും. എന്തുപറ്റി? ഒന്നും പറ്റിയിട്ടല്ല. ഞാനവിടെ കുറെ കാര്യങ്ങൾ ബാക്കി വെച്ചിട്ടാ ഇങ്ങോട്ട് പോന്നെ. ഇവിടത്തെ എല്ലാം കഴിഞ്ഞില്ലേ? കാശി, ഭൂമിയിൽ ഇനി സംസാരിക്കാൻ പറ്റും? പോയി എന്നേക്ക് പോയിട്ട് കേക്കില്ലാന്നറിയാം. എങ്കിലും ഇവൻ മിസ് യു. പിന്നെ എനിക്ക് ഇതിനോട് കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്തേ? ആ റൂമിൽ വെച്ച് എനിക്ക് എന്താ പറ്റിയേ? അവർ 3 പേരും അവരൊക്കെ ഞാൻ അങ്ങനെ കണ്ടേ. അതിനുള്ള ഉത്തരം നിന്റെ വീട്ടിൽ തന്നെ ഉണ്ട്. എന്റെ വീട്ടിലോ? അതെ, നിന്റെ തറവാട്ട് വീട്ടില്. ബാലമാമ വീട്ടിലോ? വെറുതെ ഒന്ന് അന്വേഷിച്ച് നോക്ക്. കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഇനിയിപ്പോ വീട്ടിൽ പോയാലോ? എല്ലാരും പോയപ്പോട്ടിരിക്കാലോ ഇവിടെ. പോണം, പക്ഷേ ടെൻഷൻ ആവാതടാ. ഇത്രയൊക്കെ നമ്മൾ ചെയ്തില്ലേ, അത് നടക്കും. നടക്കണം. അവളെ എനിക്ക് വിട്ടളയാൻ പറ്റില്ല. വിശ്വാ വിട്ടള ഞാൻ കൊല്ലും. ഞാൻ പന്നി പോ. നീ വീട്ടിലേക്കല്ലേ? ഞാൻ ബാലമാമന്റെ വീട്ടിലേക്കാ. എന്താ? രാവിലെ എണീക്കുമ്പോ റുക്ക് വീട്ടിലില്ലെന്നുള്ള കാര്യം എല്ലാരും അറിയും. ഞാൻ രാത്രി വീട്ടിൽ പോയിരുന്നു. അവളുടെ റൂം അകത്തുനിന്ന് കൂട്ടിയിട്ട് ജനൽ വഴി ചാടി ഇറങ്ങിയതാ. രാവിലെ എനിക്ക് അവർക്ക് എന്തായാലും മനസ്സിലാവും അതിനകത്ത് അവിടെ ഇല്ലെന്ന്. അതിനുമുമ്പ് ഞാൻ അവിടെ എത്തണം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവണമെങ്കിൽ ഹാൻഡിൽ ചെയ്യണ്ടേ? അച്ഛൻ പ്രശ്നമില്ല, പക്ഷെ അമ്മയുടെ കാര്യത്തിൽ എനിക്ക് ഉറപ്പുവരാൻ പറ്റില്ല. അമ്മയാണെങ്കിൽ നിന്റെ വീട്ടിലേക്കും കയറി വരും. അവിടെ എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം. അതെ, വാ.
കാശി ഇവനിപ്പോ വീട്ടിലില്ലായിരുന്നോ? കാശി ആ അമ്മ എണീച്ചു. അതിന് ഉറങ്ങിയിട്ട് വേണ്ടി എണീക്കാൻ. എന്ത് പറ്റി? ഇന്നലത്തെ സംഭവത്തിന് ശേഷം അച്ഛൻ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. നീ എവിടെ ആയിരുന്നു ഇത്ര നേരം? ഞാൻ ആ ആൽമരത്തിന്റെ അവിടെ ഉണ്ടായിരുന്നു. ഒറ്റയ്ക്കോ? വിഷു ഉണ്ടായിരുന്നു. ആ വിശ്വന്റെ കാര്യം പറഞ്ഞപ്പോഴാ. ഇന്നലെ എന്തായിരുന്നു കാശി അത്? നിന്റെ നടപ്പും പാവവും എനിക്കൊരു ശിവനെ ഓർമ്മ വന്ന്, എന്റെ ചെറിയച്ഛനെ. പക്ഷെ എനിക്കൊന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ല. അതെങ്ങനെയാണമ്മേ? ചില കാര്യങ്ങൾ വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ പോകെ ശരിയായിക്കോളും. പക്ഷെ കാശി ഒന്നുമില്ല, ഈ ഒരു കട്ടനിട്ട നല്ല ശരീരം വേണം. ഇന്നലെ രാത്രി തൊട്ട് ഈ ശരീരത്തിന് റെസ്റ്റേ കിട്ടിയിട്ടില്ല. അത് കുടിച്ചിട്ട് വേണം എനിക്കൊന്ന് പോയി കിടക്കാൻ. ഇതിനു വേണ്ടി എന്ത് പണിയാണ് നീ എടുത്ത്? ആ ഉത്സവപ്പറമ്പിൽ പോലും അല്ലായിരുന്നു. അവസാനം നേരത്തെ വന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി മനുഷ്യനെ വേലാതെ ഉണ്ടാക്കാൻ. അതൊന്നൊന്നുമല്ല, ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ ഓട്ടവാ. എല്ലാം ഒന്ന് കരക്കടിപ്പിക്കാൻ പറ്റ പാട്. നീ ഇതെന്തിനെ പറ്റിയാ പറയുന്നത്? തൽക്കാലം ഒന്നുമില്ല, ചിലപ്പോ. നീ ഇവിടെ ഇരിക്ക്, ഞാൻ ചായ എടുത്തിട്ട് വരാം. ശരി. ഇതിപ്പോ ഇങ്ങനെ വാതിലോട് നാത്തുകയറാ കൊണ്ട് റൂമിൽ കയറാം. അയ്യോ, നീ എന്തെങ്കിലും ഒച്ച കേട്ടോ? ഒച്ചയോ? ആ, വിഷുവിനെ കാറിന്റെ വെച്ചല്ലോ. ഇല്ലല്ലോ, എന്തേ? എനിക്കിങ്ങനെ തോന്നി. ഇന്നലെ കാശി അവനോട് എവിടെയാ പോയെന്ന് ആർക്കും അറിയില്ല. രാവിലെ അമ്മ തിരിച്ചെത്തിയാ മതിയായിരുന്നു. நான் எங்க இருக்கேன்? இது யாரோட வீடு? Who's this? रुको. யார் நீங்க? रुको. நான் எப்படி இங்க வந்தேன்? யார் நீங்க? रुको. இது என்னோட வீடு இல்லையே. रुको. யார் நீங்க? रुको के वेट. ഞാൻ പറയട്ടെ. இல்ல கிட்ட வராதீங்க. எனக்கு வலிக்குது. रुको പ്ലീസ്. கிட்ட வராதீங்க. யார் நீங்க? ഞാൻ പറയുന്ന കേക്ക് പ്ലീസ്. ப்ளீஸ் கிட்ட வராதீங்க. யார் நீங்க? என்ன பண்ணீங்க? रुको പ്ലീസ്. அண்ணா இவனுங்க ഞാൻ തരാം. ப்ளீஸ் என் ஃபோன் கொடுங்க ப்ளீஸ். என்ன பண்ணீங்க? எனக்கு வலிக்குது. रुको ഞാൻ പറയട്ടെ. எதுவும் பேசாதீங்க പ്ലീസ്. ഒച്ചുണ്ടാക്കാതെ. தாழ்றா. யார் நீ? ஏன் என்ன டச் பண்ற? എന്താ അവിടെ? എന്താ? റുക്കോ. அது அம்மாவா? விடுங்க. எந்த അവിടെ? ദേവാ അമ്മ അവിടെ ഇരിക്കെ, ഞാൻ നോക്കിയിട്ടില്ല. ഏട്ടാ ഞാൻ ப்ளீஸ் டச் பண்ணாதீங்க ப்ளீஸ். ഞാൻ പറയട്ടെ പ്ലീസ്. നീ പറയുന്നത് കേക്ക് ப்ளீஸ். எனக்கு அண்ணாவை பார்க்கணும். எனக்கு அண்ணாவை பார்க்கணும். റുക്കോ. കാശി. കാശി. റുക്കോ, റുക്കോ, മോളെ വാതിലൊടുക്ക്. റുക്കോ. ഈശ്വര, അമ്മ ഇതിപ്പോ എന്താ ചെയ്യാ? ആ നീ ഇവിടെ ഉണ്ടായിരുന്നോ? നീ എപ്പത്തി? അതമ്മ ഞാൻ അവളെന്തേ എണീറ്റില്ല ഇതുവരെ? ഇന്നലെ രാത്രി എന്താണ് കയറി കിടന്നതാ വെച്ച്. മാറിക്കേ. റുക്കോ. അതമ്മ. റുക്കോ, റുക്കോ, റുക്കോ എന്തേ? അമ്മ കുളിക്കാൻ കയറിയോ? റുക്കോ ഇവിടെ ഇല്ലല്ലോ, ഇതോടെ പോയി. വിഷു റുക്കോ എന്തേ? അമ്മ ഞാൻ പറഞ്ഞോട്ടെ. ഏട്ടാ, ഏട്ടാ ആ ഒന്ന് വന്നേ. എന്താ ലക്ഷ്മി? ഏട്ടാ നിങ്ങളല്ലേ പറഞ്ഞ കൊച്ചു മുന്നിലുണ്ടെന്ന്, എന്നിട്ട് അവളെവിടെ? ഇവിടെ ഇല്ലേ? എന്താ ചെടി? വലട്ട റുക്കു അവളിവിടെ ഇല്ലേ? ഇല്ല, ഇതോടെ പോയി. അല്ലപ്പോ റൂം ആരാ പറഞ്ഞേ? അത് വിഷു ആരാ പറഞ്ഞേ? വിഷു റുക്കുന്തി. അത് ബലമമ്മ. ഇവിടെ കൊച്ചെന്താടാ? ഞാൻ പറയാം, നിങ്ങൾക്കൊന്ന് സമാധാനത്തോടെ കേക്ക്. അച്ഛാ, ആരാ അത്? കശ്മീർ. யார் நீங்களாம்? മോളെ റുക്കു എന്തെറ്റി? விடுங்க. யார் நீங்களாம்? റുക്കു. റുക്കു நான் எங்க இருக்கேன்? யார் நீங்களாம்?
இவங்க ஏன் என் பக்கத்துல படுத்துட்டு இருந்தாங்க? எனக்கு எதுவும் ஞாபகம் இல்லையே. ருக்கு ഏട്ടാ എല്ലാം കയ്യിൽ പോയി. ഞാൻ സംസാരിക്കട്ടെ. മധു വേണ്ട. ഈശ്വര എന്റെ കുട്ടി. കാശി എന്താണ് പറ്റിയേ? കാശി റുക്കു എങ്ങനെ ഇവിടെ വന്നേ? അതച്ചാ ഞാൻ പറയാം. നീ എന്താ പറയാൻ പോകുന്നത്? രാവിലെ നിന്റെ മുറിയിൽ നിന്ന് ഈ കുട്ടി എണീറ്റ് വന്നേ. ഇതിനെപ്പറ്റി എന്താ നിനക്ക് പറയാനുള്ളത്? അച്ഛാ ഞാൻ പറയട്ടെ. റുക്കു റുക്കു അമ്മ അമ്മ ലക്ഷ്മി റുക്കു എന്റെ മോളില് വാ. റുക്കു അമ്മ റുക്കു എന്താ പറ്റിയേ? எனக்கு தெரியும் அம்மா. நான் எழுந்திருக்கும் போது இதால என் பக்கத்துல கிடந்தா. எனக்கு போல் ஃபுல்லா பெயினா இருக்குமா. റുക്കു കാശി അച്ഛാ പ്ലീസ് മാറിക്കടാ. എന്താണ് ഞാൻ നമ്മൾ ചെയ്തത്? അത് ഞാൻ പറയട്ടെ. കാശി പറയട്ടെ പ്ലീസ്. പക്ഷെ നിനക്കൊന്നും ചോദിക്കാനില്ല ഇതിനോട്. അച്ഛൻ ഞാൻ പറയട്ടെ. ഇനി മോളുടെ ജീവിതം നശിപ്പിച്ചിട്ട് എന്താ നിങ്ങൾക്കൊക്കെ പറയാനുള്ളേ? ലക്ഷ്മി നീ അച്ഛൻ്റെ ഇതൊരു പ്രശ്നമാക്കല്ലേ. നമുക്ക് സംസാരിക്കാം. എന്താ ദൈവട്ടെ ഞാൻ സംസാരിക്കണ്ടേ? നിങ്ങൾ കാണുന്നില്ല എന്റെ മോളുടെ അവസ്ഥ. കാശി നീ വേണം ഇതിന് ഉത്തരം കൊടുക്കാൻ. അതിന് എനിക്ക് കുറച്ച് സമയം താ. നിങ്ങളൊക്കെ ഇന്നലെ രാത്രി வேணாம். ஹே யார் நீ? தெரியாம கேக்குற. எப்படி நான் இங்க வந்த? சொல்ற பாவி என்னடா என்ன பண்ண? வலிக்குதுடா. റുക്കു ஆனா நிஜமா சொல்றேன், எனக்கு யாருன்னு தெரியாது. நிஜமா எனக்கு யாருன்னு தெரியாது. ப்ளீஸ்னா எப்படியாச்சும் என்ன வீட்டுக்கு விட்டுட்டு போ. ഓക്കെ ഞാൻ കൊണ്ടുപോവാ. വിശ്വ അമ്മ ഇവിടെ വീട്ടിലേക്ക് കൊണ്ടുപോ. அண்ணா ഞാൻ വരേമ്മ. നീ പോ. നിന്നെ കുറിച്ച് ഇങ്ങനെയല്ല കാശി ഞാൻ കരുതിയേ. ദേവേട്ട ഇത് നിങ്ങളുടെ മോനായിപ്പോയി. പിന്നെ ഈ മുഖം അതുകൊണ്ട് മാത്രം ഞാൻ ഒന്നും ചെയ്യാതെ വിടുന്നത്. ലക്ഷ്മി അമ്മ പ്ലീസ് മതി. ചെല്ല. സന്തോഷമായില്ലടാ നിനക്ക്? നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന കുടുംബത്തെ നശിപ്പിച്ചപ്പോ. അച്ഛാ പ്ലീസ് സിറ്റുവേഷൻ മനസ്സിലാക്ക്. സിറ്റുവേഷൻസ് ഇത്ര ഉണ്ടാക്കി വെച്ചിട്ട് എന്ത് സിറ്റുവേഷൻ? അവൻ പ്ലീസ് അച്ഛനെ നിലത്തേക്ക് കൊണ്ടുപോകും. ദേവേട്ട നിങ്ങളൊന്ന് വാ. അവൻ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്ത് കാണില്ല. വേദനിക്കുമ്പോ പറഞ്ഞ കൊച്ചു ഒച്ച ഉണ്ടാക്കുന്നു. എന്തൊന്നും ചെയ്യണമെന്നാണ് അത്ര. ദേവേട്ട നമുക്ക് സംസാരിക്കാം. ഒന്ന് വാ. കാശി കുഴപ്പമില്ലടാ. ഇത് ഞാൻ പ്രതീക്ഷിച്ചതാ. അവളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. അവൾക്ക് മനസ്സിലാവും. നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞ കേക്കോട് അവള്. നീ പറയുന്ന എല്ലാം അവൾ കേക്കുമായിരിക്കാം വിശ്വ. ബട്ട് ഇതങ്ങനെയല്ല. ഇത് അവളെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവളെന്ന പെണ്ണിനെ സംബന്ധിച്ച് ചെറിയ കാര്യമേ അല്ല. പെൺകുട്ടികൾക്ക് അവരുടെ ശരീരത്തിൽ മാറ്റം വന്നാൽ അത് വേഗം മനസ്സിലാവും. അവൾ വീട്ടിൽ ചെന്നത് ഫ്രഷ് ആയിട്ട് റിസമാകുന്ന സമയം മാത്രം മതി. എന്നാൽ എന്തായിരുന്നു ഇവിടെ എന്ന് മനസ്സിലാക്കാൻ. ഏട്ടാ നമുക്കെല്ലാം ശരിയാക്കാം. ശരിയാകുമായിരിക്കാം അതും. പക്ഷെ ഇപ്പൊ അല്ല. ഇപ്പൊ നീ അവളുടെ അടുത്ത് ഒന്നും പറയണ്ട. കുറച്ച് സമയം കൊടുക്കാം. അവളൊന്ന് കൂളാവട്ടെ. എടാ അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ ഓക്കെയാണോ? നോട്ട് റിയലി ബട്ട് ആയിക്കോളും. കാശി നീ ഇപ്പൊ വീട്ടിലേക്കല്ല. ചെന്നിട്ട് അവളുടെ എല്ലാ കാര്യവും നോക്കിയിട്ട് എന്നെ വിളിക്കാം. വിശ്വ ഞാൻ കൂടെ വരട്ടെ? ഒരു ഹെൽപ്പായിരിക്കും. വേണ്ട മാധു നീ പോണ്ട. ഏട്ടാ അവക്കിപ്പോ തന്നെ ഓർമ്മ കാണില്ല. ആരാന്ന് പറഞ്ഞു ചെല്ലും. അതുകൊണ്ട് വേണ്ട നീ പോണ്ട. കാശി ഞാൻ ഇറങ്ങുവാ. പോയിട്ട് വാ. മാധു നീ ഒന്ന് പുറത്തേക്ക് പോവാ. ആ കാശിട ഞാൻ വരാം. എന്തെറ്റി? എനിക്കറിയില്ല അവളെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന്. ഏയ് തന്നെ കൊണ്ട് പറ്റും. ഇപ്പൊ ഈ സിറ്റുവേഷനിൽ ആര് പറഞ്ഞാലും കേൾക്കില്ല. ചെല്ല. മനുഷ്യ മോനെ കാശി അച്ഛാ എനിക്കെല്ലാം അറിയാം. പിന്നെ കാശി അവന് നിങ്ങളാരും തെറ്റിയിരിക്കരുത്. ഇതിന് പിന്നിലൊരു കാരണമില്ലാതെ അവനൊന്നും ചെയ്യില്ല എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. വിശ്വ കൂടെ നിന്നില്ലെങ്കിലും അവനൊന്ന് വിശ്വസിച്ചാൽ മതി. ദേവേട്ടാ മാളു എന്താണ് നമ്മുടെ മോന് പറ്റിയേ? ചിലപ്പോ നമ്മുടെ സമയദോഷമായിരിക്കും ഇങ്ങനൊക്കെ ചെയ്യാൻ തോന്നിയത്. എന്തായാലും തൊട്ടാകാൻ പറ്റില്ല. ഒരു രാത്രി അവന്റെ കൂടെ ആ മുറിയിൽ നിന്ന് നമുക്ക് ആ കുട്ടിയെ കിട്ടിയേ. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞ് വിവാഹത്തിൽ എത്തിച്ചിരുന്നെങ്കിൽ. വേറെ വഴിയില്ലല്ലോ. സംസാരിക്കാം. നിങ്ങൾ ആരും ഒന്നും സംസാരിക്കണ്ട. വിവാഹവും വേണ്ട. ഇപ്പോൾ അങ്ങനെയാണോ പോയത്? അതിലും സന്തോഷത്തോടെ തിരിച്ചു വരും അവന് വേണ്ടി. അമ്മ ദേവാ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. വിശ്വ എന്താണ് നിന്നോട് പറഞ്ഞത് അത് മാത്രമേ എനിക്കും പറയാനുള്ളൂ. വിശ്വസിക്കാം. ഒരു കാരണമില്ലാതെ അവനൊന്നും ചെയ്യില്ല. അമ്മ ഓ വന്നോ ചേട്ടൻ? എന്തൊരു വിശ്വ? അല്ലെങ്കിൽ അവളുടെ ചെറിയൊരു കാര്യത്തിൽ പോലും ദേഷ്യപ്പെടുന്നവനാണോ നീ? ഇത്രയും നടന്നിട്ട് നിനക്ക് ഒന്നും പറയാനില്ലേ? ഇല്ല
പറയാനില്ല. എന്തുകൊണ്ട്? ഇത്രയും കാലം അവക്ക് വേണ്ടിയല്ലേ നീ സംസാരിച്ചേ? ഇപ്പൊ എന്താ നിനക്ക് പറ്റിയേ? കാരണം എല്ലാം എനിക്കറിയാം, അതുകൊണ്ട്. നിനക്ക് എന്തറിയാന്നാ നീ പറയുന്നേ? അമ്മ പ്ലീസ്, അവളെവിടെ? ഞാൻ ചോദിച്ചതിന് എത്ര പ്രശ്നം? അവൾ എവിടെ? അവൾ റൂമിലുണ്ട് മോനെ. പക്ഷെ ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ലേ? ലക്ഷ്മി, But even നീ മെരി അവിടെ. എന്തായാലും നടക്കാനുള്ളതൊക്കെ നടന്നു. ഇനി എന്താ വേണ്ടെന്ന് വെച്ചാൽ നോക്കാം. ഇനി എന്ത് വേണമെന്നാ നിങ്ങൾ ഈ പറയുന്നത്? ലക്ഷ്മി ഒന്ന് പറയുന്ന കേൾക്കുന്നേ, ഇവിടുത്തെ ഒച്ച ഉണ്ടാക്കിയ ആളുകളെ മുഴുവൻ അറിയിക്കാതെ. കേട്ടത്തി പ്ലീസ് പറയുന്ന കേക്ക് മോളെ. റുക്കോ, മോളെ വാതിലർക്ക് അകത്തേക്ക് കയറി ചോദിച്ചോ. ഞാനുണ്ട് ഇവിടെ. അച്ഛൻ, അവൾ ഇപ്പോഴാണ് ഉറങ്ങി. അവിടെ തൊട്ട് ഇവിടെ വരെ കരച്ചിലായിരുന്നു. ഡ്രസ്സ് മാറിയതിനു ശേഷം ഇപ്പോഴൊന്നും ഉറങ്ങി. വിളിക്കണ്ട. നീ ഒന്ന് വാ. അച്ഛാ വരാൻ. ഇത്രയും കാലം നീ പറയുന്ന എല്ലാത്തിനും ഞാൻ കൂടെ നിന്നിട്ടുണ്ട്. അവർക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ അതിനല്ലേ ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളേ. റുക്കൂര് വന്ന എല്ലാ മാറ്റങ്ങളും കണ്ട ഒരാളാ ഞാൻ നീ. എന്നിട്ട് നീ എന്തൊക്കെയാ എന്നെ മറച്ചു വെക്കുന്നേ? റുക്കൂന് എന്താണ് പറ്റിയേ? ആരെയും കണ്ടവള് തിരിച്ചറിയുന്നില്ല. വന്നപ്പോ തൊട്ട് ചോദിക്കാം നമ്മൾ എങ്ങനെയാ നാട്ടിലെത്തിയെന്ന്. ഇതൊക്കെ എന്താ വിശ്വാ? അച്ഛാ, എനിക്ക് എവിടെ നിന്ന് തുടങ്ങണം എവിടെ അവസാനിക്കണം എന്ന് അറിയില്ല. റുക്കുവിന്റെ ജീവിതത്തിൽ നടന്ന കുറച്ച് മാത്രമേ അച്ഛൻ കണ്ടിട്ടുള്ളൂ. അതിനുശേഷം എന്തൊക്കെ ഉണ്ടായി? കാശി, റുക്കു, ശിവ, ഭൂമി, വിശ്വ, പറയാൻ നിന്നൊന്നും തീരില്ല അച്ഛാ. അച്ഛൻ പോലെ അറിയാത്ത ഒരുപാട് പേരുണ്ട് ഇതില്. ഇതൊക്കെ മറികടന്ന് അവൻ റുക്കുവിന് വേണ്ടി ഇതെല്ലാം ചെയ്തു കൂട്ടിയെ. കാശി നിങ്ങൾ കരുതുന്ന പോലെ ഒരാളെയും ചതിച്ചിട്ടില്ല. ആരെയും വേദനിപ്പിക്കണമെന്നും വിചാരിച്ചിട്ടില്ല. ഒരാത്മാവിന്റെ ശാന്തിക്ക് വേണ്ടി അവൻ ഇത്രയും കാലം കഷ്ടപ്പെട്ട. കൂടെ നമ്മുടെ റുക്കുവിന് അവന് വേണോ അച്ഛാ? എല്ലാത്തിനേക്കാൾ മേലായിരുന്നു അവനതെങ്കിൽ റുക്കുവിന്റെ ജീവൻ പോലും നമുക്ക് തിരിച്ചിട്ടില്ലായിരുന്നു. വേണം മോനെ, കാശി തെറ്റ് ചെയ്തിട്ടില്ല അച്ഛാ. എനിക്കറിയാം അവന്. അവൾക്കിപ്പൊ എന്ത് സംഭവിച്ചു അത് എന്റെ കൂടെ അറിവോടെയാണ്. അവളുടെ ജീവനല്ല അച്ഛാ നമുക്ക് വേണ്ടേ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല വിശ്വ. ആരാ ശരി ആരാ തെറ്റ്? ഇവിടെ ആരും തെറ്റ് ചെയ്തിട്ടില്ല. എല്ലാരും ശരി തന്നെയാണ്. എനിക്ക് റുക്കുവിനോടും സംസാരിക്കണം. നീ അത്തേക്കല്ല. റുക്കു, I'm sorry. அண்ணா, മോളെ. எங்கண்ணா ஏன்னா என்கிட்ட வரல? ருக்கு, காலையில ரொம்ப பயந்துட்டேன் தெரியுமா? சடனா யார் கூடயும் ஒரே படுக்கையில ஒரே ரூம்ல எனக்கு யாருமே அங்க தெரியாது. யாருன்னா அது? நீ நீ ஏன் அவனை சப்போர்ட் பண்ற? உனக்கு யார் அவ? ருக்கு, നിനക്ക് കാശി ഓർമ്മയില്ലേ? தெரியல. ஆனா அவனை நான் எங்கேயோ பாத்திருக்கேன். அதெல்லாம் யாரு? நாம இப்படி ஊருக்குள்ள வந்தோம். சென்னையில தானே இருந்தேன். அப்புறம் நான் இப்படி ഏയ്, നീ ഒന്ന് കൂളാവും. നമുക്ക് പതിയെ എല്ലാം ഓർത്തെടുക്കാം. எதுக்கு அண்ணா? எனக்கு எல்லாமே ஞாபகம் இருக்கு. அப்புறம் நான் ஏன் யோசிக்கணும்? நான் சென்னையில தான் இருந்தேன். அம்மா வந்து திருவிழா இருந்தா சொன்னா. ஆனா எனக்கு லீவ் கிடைக்காததுனால நான் வரல சொன்னேன். அப்புறம் நான் இப்படி ருக்கு, മതി സ്ട്രെയിൻ ചെയ്തത്. നീ ഇപ്പൊ കുറച്ചു നേരം കിടക്ക്. நான் உன்னை சொல்றேன், தப்பா நினைக்காதண்ணா. எனக்கு யார்கிட்ட சொல்லணும் தெரியல. சொல்லு. எனக்கு எனக்கு இது நடந்திருக்கு. நான் ட்ரெஸ் சேஞ்ச் பண்ணும்போது என் உடம்பெல்லாம் நிறைய ரெட் மார்க்கா இருந்தா. அவனை ஏதோ பண்ணிருக்கான். ஆனா ஏன்? நான் என்ன தப்பு பண்ண? எனக்கு தெரியாது ஒருத்தர். அதுவும் இல்ல, இதோ இது பாரு. சி தாலி எனக்கு இதுல யார் போட்டு விட்டா? ருக்கு, அண்ணா உண்மையை சொல்லு. எனக்கு ஏதாச்சும் நடந்திருக்கா? இல்ல நான் ஏதாச்சும் மறந்திருக்கேனா? எனக்கு இது ஞாபகம் வரல. இந்த தாலி, அந்த வீடு, அங்க இருக்க எல்லாருமே என்ன ருக்கு சொல்லி கூப்பிடுறாங்க. ஆனா எனக்கு எனக்கு யாருமே ஞாபகம் இல்ல. அங்க ஒரு பொண்ணு இருந்தானே, அவ கூட என்ன ருக்குன்னு சொல்றா. அந்த பொண்ணுக்கு எப்படி என்ன தெரியும்? அந்த வீட்டுல ஒரு பாட்டி இருந்தா. நாங்க இது கிளம்பும் போது என்ன ருக்கு சொல்லி கூப்பிட்டா. ஆனா ஏதோ அந்த ஒரு சிச்சுவேஷன்ல எனக்கு ஓகே ஓகே, ஜஸ்ட் ரிலாக்ஸ். என்னால முடியலண்ணா. எல்லாமே சேர்ந்து என் மண்டை குழப்புது. இந்த ஊரு, அந்த வீடு, அங்க இருந்த ஆளுங்க, இந்த தாலி, என் உடம்புக்குள்ள இருக்கிற மார்க்ஸ், இவ்ளோ ஏன் என் கூட இந்த ரூம்ல இருந்தவ நான் உங்களை எங்கேயோ பாத்திருக்கேன். ஆனா മതി ருக்கு, നീ കിടക്ക്. எனக்கு கொஞ்சம் தூங்கணும். ஆனா என்னால முடியல. അതാ ഞാൻ ഇരിക്കല്ല, തൂങ്ങിട്. எங்கேயும் போகாதண்ணா. പോക മാറ്റേടി. ആദ്യം കണ്ണെടുക്ക നീ. ஒரு காதல் வந்து